वल्लभाचार्य के पुत्र विठलनाथ द्वारा स्थापित अष्टचाप कृष्ण काव्यधारा के 8 कवियों का समूह है, जिसका मूल संबंध आचार्य वल्लभ द्वारा प्रतिपादित पुष्टिमार्गीय संप्रदाय से है। വല്ലഭാചാര്യരുടെ മകനായ വിഠൽനാഥ് സ്ഥാപിച്ച അഷ്ടചാപ് ആചാര്യ വല്ലഭൻ മുന്നോട്ട് വെച്ച പുഷ്ടിമാർഗീയ വിഭാഗവുമായി ബന്ധപ്പെട്ട കൃഷ്ണ കവിതാ പാഠശാലയിലെ 8 കവികളുടെ സംഘമാണ് അഷ്ടചാപ് എന്ന് അറിയപ്പെടുന്നത്. अष्टचाप के 8 कवियों में 4 वल्लभ के शिष्य है. അഷ്ടചാപിലെ 8 കവികളിൽ 4 പേർ വല്ലഭാചാര്യൻ്റെ ശിഷ്യന്മാരാണ്. ജബ്കി 4 വിഠൽനാഥ് കെ 4 പേർ വിഠൽനാഥിൻ്റെ ശിഷ്യന്മാരുമാണ്. വല്ലഭ് കെ ശിഷ്യ ഹേ സൂർദാസ്, പരമാനന്ദാസ്, കുംഭൻദാസ്, കൃഷ്ണദാസ്. വല്ലഭാചാര്യരുടെ ശിഷ്യന്മാരാണ് സൂർദാസ്, പരമാനന്ദാസ്, കുംഭൻദാസ്, കൃഷ്ണദാസ്. जबकि विठलनाथ के शिष्यों में नंददास, ചതുർഭുജദാസ്, ഗോവിന്ദസ്വാമി, ചീത്തസ്വാമി എന്നിവരാണ് വിഠൽനാഥിൻ്റെ ശിഷ്യന്മാർ. वस्तुत विठलनाथ ने भगवान श्रीनाथ के 8 श्रृंगार की परंपरा शुरू की थी. സത്യത്തിൽ ശ്രീനാഥൻ്റെ 8 അലങ്കാരങ്ങളുടെ പാരമ്പര്യം വിഠൽനാഥ് ആരംഭിച്ചിരുന്നു. അഷ്ടചാപ് के कवियों में सर्वाधिक महत्वपूर्ण सूरदास है, जिन्होंने अपनी महान रचना सूरसागर में कृष्ण के बाल रूप, सखा रूप तथा प्रेमी रूप का अत्यंत विस्तृत, सूक्ष्म व मनोग्रही अंकन किया है. അതായത് തൻ്റെ മഹത്തായ കൃതിയായ സൂർസാഗറിൽ കൃഷ്ണൻ്റെ ശിശുരൂപം, അതുപോലെ തന്നെ സുഹൃത് രൂപം, കാമുകൻ്റെ രൂപം എന്നിവ വളരെ വിശദമായും സൂക്ഷ്മമായും ആകർഷകമായും സൂർദാസ് എന്ത് ചെയ്യുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. അദ്ദേഹം അഷ്ടചാപ് കവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. യഹി കാരൺ ഹേ കി സ്വയം വല്ലഭാനെ സൂർ കോ പുഷ്ടിമാർ കോ ജഹാസ് കഹാ. അതായത് അതുകൊണ്ടാണ് പുഷ്ടിമാർഗിൻ്റെ ജഹാസ് കപ്പൽ എന്ന് വല്ലഭൻ അദ്ദേഹത്തെ വിളിച്ചത്. യഹി കാരൺ ഹി കി സ്വയം വല്ലഭനെ സൂർ കോ പുഷ്ടിമാർഗ് കാ ജഹാസ്. ആചാര്യ ശുക്ലഫി കഹത്തെ ഹേ, ആചാര്യ രാമചന്ദ്ര ശുൽക്ക് പറഞ്ഞിട്ടുണ്ട്, आचार्यों की चाप लिखी 8 कवियों की जो वीणाएं कृष्ण माधुरी के गान में प्रवृत्त हुई, उनमें सर्वाधिक मधुर सरस्व मादक सुर अंधे गायक सूर की വീണ കഥ. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആചാര്യ ശുക്ലയും പറയുന്നു, കൃഷ്ണമാധുരിയുടെ ഗാനങ്ങളിൽ അവ ഉപയോഗിച്ച ആചാര്യന്മാരിൽ സ്വാധീനിക്കപ്പെട്ട 8 കവികളുടെ വീണകളിൽ ഏറ്റവും ശ്രുതിമധുരവും അതുപോലെ തന്നെ ഏറ്റവും മധുരകരവുമായ ശബ്ദം അന്ധഗായകനായ സൂറിൻ്റെ വീണയുടേതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അഷ്ടചാപ് കവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാണ് സൂർദാസ്. അദ്ദേഹത്തെ പുഷ്ടിമാർഗിൻ്റെ ജഹാസ് എന്നാണ് വിളിച്ചിരുന്നത്. अष्टचाप में सूरदास के अतिरिक्त 2 अन्य कवि भी साहित्य दृष्टि से महत्वपूर्ण है, नंददास का कुंभनदास.
അഷ്ടചാപിൽ സൂർദാസിനെ കൂടാതെ സാഹിത്യ വീക്ഷണത്തിൽ നോക്കിയാൽ പ്രധാനപ്പെട്ട മറ്റ് 2 കവികൾ കൂടിയുണ്ട്, നന്ദദാസും കുംഭൻദാസും. नंददास ने फनवर गीत व पदावली जैसे रचनाओं लिखी जिनमें कृष्ण के सगुण रूप को സ്ഥാപിത് किया गया. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നന്ദൻദാസ് രചിച്ച ഫൻവർ ഗീത് അതുപോലെ പദാവലി തുടങ്ങിയ കൃതികളിൽ കൃഷ്ണൻ്റെ സദ്രൂപം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കുംഭൻദാസ് കാഫി സാഹിത്യ की दृष्टि से पर्याप्त महत्व है. കുംഭൻദാസിനും കാര്യമായ പ്രാധാന്യമുള്ളതായി കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ വരികൾ താഴെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഷ്ടചാപ് കാ ना सिर्फ कृष्ण काव्य परंपरा में बल्कि संपूर्ण हिंदी काव्य ने अनूठा स्थान है. കൃഷ്ണ കാവ്യ പരമ്പരയിൽ മാത്രമല്ല മുഴുവൻ ഹിന്ദി കവിതകളിലും അഷ്ടചാപിന് അനൂട് എന്നുവെച്ചാൽ അതുല്യ സ്ഥാനം ഉള്ളതായി കാണാം. इन कवियों ने ब्रजभाषा में निहित गंभीर कलात्मकता और संगीतात्मकता तत्वों को जो ऊंचाई प्रदान की वह किसी भी माधुर्य भाव की कविता के लिए अनुकरणीय है. ബ്രജഭാഷയിൽ അന്തർലീനമായിരിക്കുന്ന ഗൗരവമേറിയ കലാവൈഭവത്തിനും അതോടൊപ്പം തന്നെ സംഗീത ഘടകത്തിനും ഈ കവിതകൾ നൽകിയ ഒരു ഉയർച്ച, ഔന്നിത്യം ഏതൊരു ശ്രുതിമധുരമായ ചൈതന്യമുള്ള കവിതയ്ക്കും മാതൃകാപരം തന്നെയാണ് എന്നാണ് പറയുന്നത്.